നമസ്കാരം എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. പേഴ്സണൽ റീഡിങ്സ് ഓപ്പൺ ആണ്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ വാട്സാപ്പ് നമ്പറിൽ ഇവിടെ നമ്പർ കൊടുക്കുന്നത് അതിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്തോളൂ. താല്പര്യമുള്ളവർക്ക് റീഡിംഗ് എടുക്കാം. ഓക്കെ. ആൻഡ് ഇന്നിവിടെ നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ, ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലുള്ള ഒരു ചോദ്യമാണ്. നിങ്ങളുടെ പേഴ്സൺ, ഓക്കെ, അപ്പോൾ ഒരു ചെറിയൊരു അകൽച്ച അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഒക്കെ നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ വേണം വെച്ച് അവോയ്ഡ് ചെയ്യുവാണോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അങ്ങനെ ഒരു ക്വസ്റ്റൻ ആയിട്ട് വളരെ ചെറിയ റീഡിംഗ് ആയിട്ട് എടുക്കുന്നുള്ളൂ. കൂടുതൽ ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല. നിങ്ങളുടെ സിറ്റുവേഷൻ, അതായത് അതിൽ നിങ്ങളെ പേഴ്സൺ വേണം വെച്ച് അവോയ്ഡ് ചെയ്യുവാണോ, ആണെങ്കിൽ തന്നെ ഓക്കെ എന്തുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അറിയാൻ ശ്രമിക്കാം. ഓക്കെ, അവർ നിങ്ങളെ അവോയ്ഡ് ചെയ്യുകയാണോ, അവോയ്ഡ് ചെയ്യുന്നതിൻ്റെ ഒരു റീസണും എന്തുകൊണ്ട് എന്ന രീതിയിൽ കൂടി ഞാൻ പറയാം. ഓക്കെ, ലെറ്റ്സ് സീ. ആർ ദേ അവോയ്ഡിങ് യു? നിങ്ങളെ അവർ മാറ്റി നിർത്തുക, അല്ലെങ്കിൽ വേണം വെച്ച് ഒരു അകൽച്ച കാണിക്കുകയാണോ, വേണം വെച്ച് ഒന്ന് മാറി നിൽക്കുകയാണോ, വേണം വെച്ച് മാറി പോവുകയാണോ, എന്താ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. ഇതൊരല്പം ട്രിഗറിങ് ആയാൽ ചിലപ്പോൾ നിങ്ങളൊന്ന് സൂക്ഷിക്കാം. കേൾക്കാൻ പറ്റുന്നവർ, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നവർ മാത്രം കേൾക്കാം. ഓക്കെ, സോ അവർ നിങ്ങളെ അവോയ്ഡ് ചെയ്യുകയാണോ നമുക്ക് നോക്കാം. 8 of Wands, Death and Moon card, King of Wands and the 7 of Pentacles. Okay, Hierophant and Emperor. Okay, യെസ്, നിങ്ങളുടെ പേഴ്സണലേഷൻ നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളെ അവോയ്ഡ് ചെയ്ത് മാറി നിൽക്കുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ എൻഡ് ചെയ്ത് പോയിട്ടുണ്ടാവാം. കമ്മ്യൂണിക്കേഷനിൽ ഒരു ബ്ലോക്കാണ് എനിക്ക് കാണുന്നത്. കമ്മ്യൂണിക്കേഷനിൽ സ്റ്റോപ്പ് എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. കുറച്ച് പേർക്ക് ബ്ലോക്ക് ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ച് പേർക്ക് ജസ്റ്റ് ഒരു അകൽച്ചയായിരിക്കാം, ഡിസ്റ്റൻസ് ആയിരിക്കാം. റിലേഷൻഷിപ്പ് ഒരു തൽക്കാലം ഒരു ബ്രേക്ക് എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. കുറച്ച് മാറി നിൽക്കുന്നുണ്ടാവാം, അകൽച്ച ഉണ്ടാവാം. ലൈക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ തന്നെ എവിടെയോ അതിലൊരു ചെറിയ ബ്ലോക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഒരു മാറ്റത്തിൻ്റെ എനർജി ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ എനിക്ക്. പേഴ്സൺ ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, നിങ്ങളെ ചെറിയൊരു അവോയ്ഡിങ് ഉണ്ട് അവർ. ഓക്കെ, അതിൽ പറയാം. ഓക്കെ, ഇവിടെ അവോയ്ഡ് ചെയ്ത് മാറി നിൽക്കുമ്പോൾ, അതായത് അവർ സൈലൻ്റ് ആയിരിക്കാം. ഓക്കെ, മേ ബി നിങ്ങളോട് എന്താ പറയുക, റെഗുലർ കോൺടാക്റ്റ് ആയിരിക്കില്ല. നിങ്ങൾ അങ്ങോട്ട് മെസ്സേജ് ചെയ്താൽ മാത്രം ചിലപ്പോൾ റിപ്ലൈ തരിക, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. കുറച്ച് പേർക്ക് ശരിക്കും ബ്ലോക്ക് ചെയ്ത് തന്നെ പോയി കാണാം. രണ്ട് തരത്തിലും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഡെത്ത് കാർഡാണ് ഇവിടെ. ഓക്കെ, ഒരു സൈലൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പേഴ്സൺ പലതും മറക്കുന്നുണ്ട്, പലതും നിങ്ങളോട് പറയുന്നില്ല, തുറന്ന് പറയുന്നില്ല. ഈവൻ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ തന്നെ എവിടെയോ നിങ്ങൾക്കൊരു അവരുടെ ഉള്ളിൽ എന്തോ സീക്രട്ട് ഉണ്ടോ എന്ന രീതിക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. അല്ലെങ്കിൽ അവർ പലതും നിങ്ങളോട് തുറന്ന് പറയുന്നില്ല. ഓക്കെ, മനസ്സിൽ എന്തൊക്കെയോ വെക്കുന്നുണ്ട്, ഇമോഷൻസ് അവർ മേ ബി എക്സ്പ്രസ് ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെ ആയിരിക്കാം. സോ ഇവിടെ നിങ്ങൾക്കൊരു എന്തോ മറഞ്ഞിരിക്കുന്നുണ്ട് എന്ന രീതിക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആക്ച്വലി അവർക്ക് ഫീലിങ്സ് ഇല്ലാഞ്ഞിട്ടല്ല. കിങ് ഓഫ് വാൻസ് എനർജിയാണ്, വളരെ ആക്ച്വലി സ്ട്രോങ് ഫീലിങ്സ് തന്നെയാണ് അവർക്ക്. ബട്ട് ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, അവർ ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ എഫർട്ട് ഇടണോ വേണ്ടേ, അല്ലെങ്കിൽ ഇത്രയും കാലം ചെയ്തതിനെ തന്നെ ഇനി അതിൻ്റെ റിസൾട്ട് എന്താണ്, അല്ലെങ്കിൽ ഇതിനെ മുന്നോട്ട് എന്താണ്, ഇതിൽ ഇനി കൂടുതൽ ഇൻവെസ്റ്റ് ഞാൻ ചെയ്യണോ വേണ്ടേ, ഇനി ഞാൻ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകണോ, അതിനെ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ, അങ്ങനെ പല ചിന്തകളാണ് അവരുടെ ഉള്ളിൽ. ഓക്കെ, ഒരു അനലൈസിങ്ങിൻ്റെ ടൈമാണ് എനിക്ക് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ നല്ലോണം ഈ ബന്ധത്തിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന് നിങ്ങളൊന്നും കരുതണം. മാറി നിന്നിട്ട് നിങ്ങളെ മറന്നു എന്ന് ഒരിക്കലും കരുതരുത്. തീർച്ചയായിട്ടും അവരുടെ മനസ്സിൽ നിങ്ങളുണ്ട്. നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അവർ ഈ സിറ്റുവേഷനിൽ, അതായത് ഇതുവരെ നമ്മൾ ചെയ്ത കാര്യങ്ങൾ, ഇതുവരെ നിങ്ങൾ സ്പെൻഡ് ചെയ്ത സമയങ്ങൾ, നിങ്ങൾ പരസ്പരം കൊടുത്ത കാര്യം, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അവർ ഒന്ന് ഓർക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഫലം എന്താണ്, അതിൻ്റെ റിസൾട്ട് എന്താണ്, അല്ലെങ്കിൽ ഇനി മുന്നോട്ട് എന്താണ് എന്ന രീതിക്ക് ചിന്തിക്കുകയാണ്. സോ ഇനി ഇതിൽ എഫേർട്ട് ഇടണോ വേണ്ടേ എന്ന് അതിനൊരു പോസ് ചെയ്ത പോലെയാണ്, അതിനൊരു ബ്രേക്ക് എടുത്ത പോലെയാണ് ഇപ്പോൾ. ഓക്കെ, ഇവിടെ എംപറർ ആൻഡ് ഹൈറോഫന്റ് കാർഡ് ഉണ്ട്. സോ രണ്ട് കാണുമ്പോൾ എനിക്ക് ഒന്ന്, നിങ്ങളുടെ പേഴ്സൺ യെസ് മാരീഡ് ആയിരിക്കാം. എനിക്ക് കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സൺ മാരീഡ്, അല്ലെങ്കിൽ ഈവൻ നിങ്ങൾ ഹസ്ബൻഡ് വൈഫ് ആണെങ്കിലും അവരെവിടെയോ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കുന്നുണ്ട്. അതായത് ഈ റിലേഷൻഷിപ്പിൽ ഇതുവരെയുള്ള കാര്യങ്ങൾ, നിങ്ങൾ തമ്മിൽ വഴക്കോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പല കാര്യങ്ങളും ചിലപ്പോൾ വന്ന് കാണാം, അല്ലെങ്കിൽ വേറെ ലൈഫിൻ്റെ സിറ്റുവേഷൻസിനെ കുറിച്ചായിരിക്കാം. സോ എല്ലാം കൂടെ അവരൊരു ചിന്തിക്കുന്ന ഒരു സ്റ്റേജ് കാണുന്നത്. നിങ്ങൾ ഓൾറെഡി മാരീഡ് ആണെങ്കിൽ ഞാൻ പറയുന്നത്, അവർ ഈ ബന്ധം ഇനി നെക്സ്റ്റ് എന്താണ്, ഇതിന് ഒരു ഗ്രോത്ത് ഉണ്ടോ, ഞാനിവിടെ ഇനിയും നിന്നിട്ട് കാര്യമുണ്ടോ, അല്ലെങ്കിൽ ഇനിയും ചെയ്തിട്ട് കാര്യമുണ്ടോ, ഇനി എന്താണ് ആവാൻ പോകുന്നത്, അങ്ങനെയൊക്കെ ഒരുപാട് ചിന്തകളാണ് അവരുടെ ഉള്ളിൽ.
ആൻഡ് കുറച്ച് പേർക്ക് ഞാൻ പറഞ്ഞ പോലെ മേ ബി നിങ്ങളുടെ പേഴ്സൺ മാരീഡ് അല്ലെങ്കിൽ നിങ്ങൾ മാരീഡ്, അതൊരു തടസ്സമായിട്ടുണ്ടാവാം ഇവിടെ. സോ ആ കാര്യങ്ങൾ ഓക്കെ അവരെ ഒന്ന് ഒരു പുറകോട്ടാക്കുന്ന പോലെയാണ്. എനിക്ക് ഒരു നിങ്ങളുടെ ഇടയിൽ ഒരു ചെറിയൊരു തടസ്സം എന്ന രീതിക്ക് എടുക്കാം. നിങ്ങളെ അവോയ്ഡ് ചെയ്യുകയാണോ എന്ന് തന്നെ അതിൻ്റെ റീസണും അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനൊക്കെ നമുക്ക് എടുക്കാം. Three of Pentacles, Four of Pentacles, and okay, ഞാൻ മറക്കാം. Empress card, Strength, Five Cups energy. Okay, see again സിമിലർ എനർജിയാണ് എനിക്ക് വരുന്നത്. ഹോൾഡ് ബാക്കിൻ്റെ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ അഗെയിൻ കിങ് ഓഫ് ഫോൺസ് നേരത്തെ ഉണ്ടായിരുന്നു. സോ അതും പറഞ്ഞത് അവർക്ക് പാഷൻ ഉണ്ട് നിങ്ങളോട്, ഒരുപാട് അട്രാക്ഷൻ ഉണ്ട്, നിങ്ങളെ വേണം അവരുടെ ലൈഫിൽ, സംസാരിക്കണം, ഇഷ്ടങ്ങൾ ഷെയർ ചെയ്യണം, പങ്കുവെക്കണം, എല്ലാം ഉണ്ട് അവരുടെ ഉള്ളിൽ. പക്ഷേ ആ ഒരു പോസ് എടുത്ത പോലെയാണ്, ഒരു അനലൈസിങ് ഞാൻ പറഞ്ഞു. ഓക്കെ, ഇവിടെയും അഗെയിൻ അത് തന്നെയാണ് കാണുന്നത്. ഇവിടെ എഫേർട്ട് ഇടണം എന്ന് ആഗ്രഹമുണ്ട്, നിങ്ങളുമായിട്ട് ചേർന്ന് മുന്നോട്ട് നമ്മൾ സഹകരിച്ച് മുന്നോട്ട് പോകണം എന്ന രീതിക്ക് ഉണ്ട്. പക്ഷെ അവിടെയും ഹോൾഡ് ബാക്ക് ആണ്. വീണ്ടും നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്ന ഹോൾഡ് ബാക്ക് ആണ്. സംസാരിക്കണം എന്ന് വിചാരിക്കും, പിന്നെ പുറകോട്ട് മാറും. ഓക്കെ, മെസ്സേജ് അയക്കാൻ തയ്യാറാവും, പക്ഷേ അതിൽ നിന്ന് ഒന്ന് ബാക്ക് ആവും. അങ്ങനെ ഓരോ പ്രത്തവണയും അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അഗെയിൻ എംപ്രസ് വന്നിട്ടുണ്ട്. നിങ്ങൾ ഓൾറെഡി മാരീഡ് ഹസ്ബൻഡ് ഓർ വൈഫ് ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ മാരീഡ്, നിങ്ങൾ പേഴ്സൺ മാരീഡ്, സെപ്പറേറ്റ്ലി ഒരു റിലേഷൻഷിപ്പ് എന്ന രീതിക്ക് ആയിരിക്കാം കുറച്ച് പേർക്ക്. അത് വളരെ സ്ട്രോങ് ആയിട്ട് ഇവിടെ വരുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ഇടയിൽ മെയിൻ തടസ്സം ഈ ചില സൊസൈറ്റിയുടെ കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു ശരിക്കും പ്രോപ്പറായിട്ട് ഒന്നിക്കാൻ പറ്റില്ല എന്നൊരു അവസ്ഥയായിരിക്കാം. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ എന്തായാലും തടസ്സമുണ്ട്. മറ്റുള്ളവരെ മുമ്പിലുള്ള നമ്മൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, എല്ലാം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അഗെയിൻ ഇവിടെ അവർ കൺട്രോൾ വെച്ച് പുറകോട്ട് മാറുന്നതാണ് കാണുന്നത്. ഓക്കെ, അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇപ്പം ഞാൻ പറഞ്ഞു അവർ അവോയ്ഡ് ചെയ്യുകയാണോ? യെസ്, അവോയ്ഡ് ചെയ്യുകയാണ്. അത് അവോയ്ഡിങ് എന്ന് പറയുമ്പോൾ അത് വേണം വെച്ച് നിങ്ങളോട് ഇഷ്ടക്കുറവ് കൊണ്ട് ചെയ്യുന്നതല്ല. ഓക്കെ, അതായത് നിങ്ങളെ താല്പര്യമില്ലാഞ്ഞിട്ട് ചെയ്യുന്നതല്ല. താല്പര്യം നല്ലോണം ഉണ്ട്, വേണം എന്നുണ്ട്. പക്ഷേ അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടാൻ ഒട്ടും വയ്യ. അവിടെ 5 കപ്സ് എനർജിയാണ്, നഷ്ടപ്പെടാൻ ഒട്ടും പറ്റില്ല അവർക്ക്. നിങ്ങളോടത്ത് മാറി നിൽക്കുമ്പോൾ അവർക്കും ആ പേടി അവരുള്ളിലുണ്ട്. പക്ഷേ അവർ തന്നെ സ്വയം ഒന്ന് അവനവനെ കൺട്രോൾ ചെയ്ത് നിർത്തുകയാണ്. ഓക്കെ, ഒരു അവോയ്ഡിങ് എന്ന് ആ ഒരു എനർജി എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളെ ഇട്ടിട്ട് പോയി, അല്ലെങ്കിൽ വേദനിപ്പിച്ചിട്ട് പോയി, നിങ്ങളെ മാറ്റി നിർത്തുന്നു എന്നൊക്കെ ആയിരിക്കും നിങ്ങളുടെ ഉള്ളിൽ തോന്നുന്നു. പക്ഷെ അവരങ്ങനെയല്ല ചിന്തിക്കുന്നത്. അവർ ചിന്തിക്കുന്നത് ഇതിൽ നമ്മൾ മുന്നോട്ട് മേ ബി എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാലോ എന്നായിരിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കാം. സോ ഇവിടെ എവിടെയോ അവർ സ്വയം ഒന്ന് അവനവനെ കൺട്രോൾ ചെയ്ത് പുറകോട്ട് മാറുന്ന രീതിയിലാണ്. അതാണ് അവോയ്ഡിങ് വരുന്നത്. അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ട്, വേറെ കാര്യം ഞാൻ ഒന്നുകൂടി എടുക്കാം. ഓക്കെ, ഞാനിവിടെ അഗെയിൻ ഏസ് ഓഫ് സോർഡ്സ് ആൻഡ് ലവേഴ്സ് ഒക്കെ ഉണ്ട്, ഏസ് ഓഫ് വാൻസും ഉണ്ട്. വാവ്, മൈ ഗോഡ്. ഓക്കെ, ഞാൻ നോക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. സി, വേറെ എനർജി ഒന്നുമല്ല. ഓക്കെ, ഇവിടെ എന്താണെന്ന് വെച്ചാൽ ചോയ്സ് കാണുന്നുണ്ട്. ചോയ്സ് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അവർ മാരീഡ് എന്ന രീതിയിലായിരിക്കാം, അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ അവരുടെ ലൈഫിൽ, അതിപ്പോൾ ഒന്ന് നിങ്ങളും ഒന്ന് തേർഡ് പാർട്ടി ആയിരിക്കും. കുറച്ച് പേർക്ക് അല്ലെങ്കിൽ ഫാമിലി ആയിരിക്കാം, ഫാമിലിയുടെ എതിർപ്പിൻ്റെ കാര്യങ്ങളായിരിക്കാം. എല്ലാ തരത്തിലും എടുത്തോളൂ. നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ എടുത്തോളൂ. ഓക്കെ, സോ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ ഒരു ന്യൂ ബിഗിനിങ് ആണ് അവർ ആഗ്രഹിക്കുന്നത്. ഏസ് ഓഫ് വാൻസ് ആൻഡ് ഏസ് ഓഫ് സോർഡ്സ് ആണ്. ന്യൂ ബിഗിനിങ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ വേണം അവരുടെ ലൈഫിൽ ചൂസ് ചെയ്യണം, അതിനുവേണ്ടി ആക്ഷൻ എടുക്കണം എന്നൊക്കെയാണ് ചിന്തിക്കുന്നത്. കിങ് ഓഫ് കപ്സ് എനർജി ഇന്നലെയും ഐ തിങ്ക് റീഡിങ്ങിൽ ഞാൻ ഇട്ടയിൽ വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് മനസ്സിൽ വളരെയധികം ഫീലിംഗ് തന്നെയാണ്, ശരിക്കും സ്നേഹത്തോടെ തന്നെയാണ് അവർ നിങ്ങളെ ഓർക്കുന്നത്. ഓക്കെ, പക്ഷെ ഇവിടെ അഗെയിൻ എനിക്ക് ആ ഒരു ഡിസ്റ്റൻസിൻ്റെ എനർജി വരുന്നതിൻ്റെ റീസൺ ഇവിടെ ഒരിക്കലും നിങ്ങളോടുള്ള ഇഷ്ടക്കുറവല്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ അതിനു വേണ്ടി മാത്രമാണ് ഇത് പറഞ്ഞത്. നിങ്ങളോടുള്ള ഒരു ഇഷ്ടക്കുറവ് എന്ന രീതിക്കല്ല, പക്ഷേ അവരൊന്ന് പുറകോട്ട് മാറി നിൽക്കുകയാണ്. ഓക്കെ, നമുക്ക് എന്താണ് പ്രതീക്ഷിക്കാൻ പറ്റുക? അതിൽ ഇവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ചേഞ്ച് കാണുമോ നോക്കാം. ലെറ്റ്സ് സീ, അവരൊരു മാറ്റം ഉണ്ടാവുമോ? 8 വീണ്ടും വന്നു. 8 പെന്റിക്കിൾസ്. ഓക്കെ, ഫുൾ കാർഡ്. ഓക്കെ, ആൻഡ് 9 ഓഫ് വാൻസ്. സീ അഗൈൻ, ഓ മൈ ഗോഡ്. ഓക്കെ, എന്താ ഞാൻ പറയാം. ഓക്കെ, ഇതിവിടെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ഇൻ ആൻഡ് ഔട്ട് എനർജി നിങ്ങൾക്ക് നിലനിൽക്കും കുറച്ച് കാലം കൂടെ. ഓക്കെ, കുറച്ചുകൂടെ നിങ്ങൾക്ക് ഇതേപോലെ ഇങ്ങനെ ആൾ വരും, തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരും. ഓക്കെ, ഈ ഒരു ആഴ്ചയൊക്കെ മാറി ആൾ വീണ്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എഫേർട്ട് ഇടും കുറച്ചൊക്കെ. ഓക്കെ, നിങ്ങൾക്ക് തോന്നും ഓക്കെ എല്ലാം ഒന്ന് ശരിയായി, വീണ്ടും നമ്മളൊന്ന് ഓക്കെ ആയിട്ട് വരുന്നു, ശരിയായി എന്ന രീതിയിൽ നിങ്ങൾ ഫീൽ ചെയ്യും അഗെയിൻ. പക്ഷെ എപ്പോഴും അവരുടെ ഭാഗത്തു നിന്ന് എപ്പോഴും നിങ്ങൾക്കൊരു ബൗണ്ടറി നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഓക്കെ, അതായത് ഈ ബൗണ്ടറി എന്നിവിടെ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഒരു എപ്പോഴും നമ്മൾ പറയില്ല എല്ലാം ഫുള്ളായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിക്കല്ലാതെ ഓക്കെ ഒരു അല്പം അകൽച്ച നിങ്ങൾക്ക് എപ്പോഴും ഫീൽ ചെയ്യും അവരുടെ ഭാഗത്തുനിന്ന്. ഓക്കെ, അതിൻ്റെ റീസൺ അഗൈൻ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ഫാമിലി ആയിരിക്കാം, ട്രഡീഷൻസ് ആയിരിക്കാം, മാരീഡ് ആണെന്നുള്ള കാര്യങ്ങളായിരിക്കാം.
ഫാമിലി എതിർക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. ഓക്കെ, അവർക്ക് ഫീലിങ്സ് ഇല്ല എന്ന് ഒട്ടും പറയാൻ പറ്റില്ല. കിങ് ഓഫ് കപ്സ് എനർജിയൊക്കെയാണ്. ബട്ട് എന്താണെന്ന് വെച്ചാൽ ഇത് ഓപ്പണായിട്ട് തുറന്ന് അവർ കൺഫെഷൻ ചെയ്യുന്ന വ്യക്തികളല്ല. അത് മാത്രമാണ് ഇവരെ കൊണ്ടുള്ള ഒരു പ്രോബ്ലം. ഓക്കെ എന്ന് മാത്രം. ബട്ട് ഇവിടെ വേറൊരു കാര്യം, അവർ വളരെയധികം അവനവനെ കൺട്രോൾ ചെയ്ത് വെക്കണം. ആ കൺട്രോൾ അവർക്ക് നല്ലോണം ഉണ്ട്. അതാണ് ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അതിനെ ഒരു അവോയ്ഡിങ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. എംപററും ഉണ്ട്. എംപററും ഒക്കെ പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഒരു ഈഗോ എന്നല്ല, ആക്ച്വലി വളരെ കൺട്രോൾഡ് വ്യക്തികളാണ്. ഇമോഷൻസ് അധികം കാണിക്കാത്ത വ്യക്തികളാണ്. അവരുടെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവരെ അതിനിങ്ങനെ അടിച്ചമർത്തി ഇങ്ങനെ ആക്കുന്ന വ്യക്തികളാണ്. അതാണ് എനിക്ക് പറയാനുള്ളൂ. ഫീലിങ്സ് ഇല്ലാഞ്ഞിട്ടല്ല. അഗെയിൻ കിങ് ഓഫ് കപ്സ് ലവേഴ്സ് എല്ലാം പറയുന്നത് നിങ്ങളോടുള്ള ലൈക്ക് ഒരുപാട് സ്നേഹത്തിൻ്റെ കാര്യമാണ്. പക്ഷെ ഉള്ളിൽ ഇത് വെച്ച് നടന്നിട്ട് കാര്യമില്ലല്ലോ. എന്നിട്ട് നിങ്ങളെ അവോയ്ഡ് ചെയ്താൽ നിങ്ങൾക്കത് എന്ത് തോന്നും അല്ലേ? എനിവേ, സോ ഇതാണ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാണ്. ഓക്കെ, നമുക്ക് കുറച്ച് കാർഡ്സ് ഒറാക്കിൾ കാർഡ്സ് കൂടെ എടുത്തേക്കാം. നോട്ട് ഇനഫ്. ഓക്കെ, യെസ്, അതും ആവാം. പാരഡൈസ്. ഓക്കെ, സെൽഫ് ഇൻ്റലിജൻസ്, ബാക്ക് സ്റ്റാബിങ് എനർജി, ഷോക്ക്. ഓക്കെ, ഹീലിംഗ് ഹാർട്ട്. ഓക്കെ, റണ്ണർ. ഓക്കെ, ഇതിന് കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് അഗൈൻ യെസ്, ഇവിടെ മേ ബി അവർ മാരീഡ് ആയിരിക്കാം, നിങ്ങൾ മാരീഡ് ആയിരിക്കാം, അങ്ങനത്തെ കാര്യങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. ഒരു സിറ്റുവേഷൻ ഇവിടെ നിങ്ങൾ തമ്മിൽ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളെ അവർ മാറിയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എന്നിട്ട് അവർ നിങ്ങളെ ചീറ്റ് ചെയ്തു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ഓക്കെ, ചീറ്റ് ചെയ്തു, ചതിച്ചിട്ട് പോയി, നിങ്ങളുടെ അടുത്ത് അകന്ന് നിന്നു, നിങ്ങളെ ഒഴിവാക്കി, നിങ്ങളെ മാറ്റി നിർത്തി എന്ന രീതിയിലൊക്കെ നിങ്ങളുടെ മനസ്സിൽ വല്ലാതെ വേദന ഉണ്ടാക്കിയിട്ടുണ്ടാവും. ആൻഡ് ഇത് പെട്ടെന്നായിരിക്കും ചിലപ്പോൾ ഒരു മാറ്റം വന്നത് അവരുടെ ഉള്ളിൽ. ഒരു പെട്ടെന്നൊരു ചേഞ്ച്, അതായത് നല്ല രീതിയിൽ സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് ഒരു കാരണമില്ലാതെ ചിലപ്പോൾ ഒരു മാറ്റം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മെയിൻ റീസൺ ഇതുമുണ്ട്. റണ്ണർ. ഓക്കെ, റണ്ണർ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ പേഴ്സൺ നമ്മൾ ഫിയർ ഓഫ് ഇൻറ്റിമസി എന്ന് പറയും. അതായത് നമ്മളൊന്ന് അടുത്ത് വരുമ്പോൾ നിങ്ങളോടൊന്ന് ക്ലോസ് ആകുമ്പോൾ അവരുടെ ഉള്ളിൽ ആ ഒരു പേടി വരികയാണ്. പേടി വന്നിട്ട് അവർ പുറകോട്ട് മാറാണ്. ബിക്കോസ് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം വരുന്നു വിചാരിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ മുന്നോട്ട് എന്താണെന്ന് ചിന്തിച്ചിട്ടായിരിക്കാം. അഗെയിൻ ആ ഒരു ഇൻറ്റൻസിറ്റി നിങ്ങളോടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണക്ഷനാണ് ആക്ച്വലി. ആ സ്ട്രോങ് അട്രാക്ഷൻ അല്ലെങ്കിൽ സ്ട്രോങ് ഒരു പാഷനോടെ അവർ മുന്നോട്ട് കുറച്ച് അടുക്കുമ്പോഴേക്കും അവരുള്ളിൽ ആ ഫിയർ കയറി വരികയാണ്. അതപ്പോൾ അവർ പുറകോട്ട് മാറാണ്. ഓക്കെ, ഇതൊരു ശരിക്കും സംഭവിക്കുന്ന കാര്യമാണ്. ഇതിനെ അവോയ്ഡൻറ്റ് എന്ന് പറയും. ആക്ച്വലി ഇങ്ങനത്തെ ബന്ധങ്ങളിൽ നമ്മൾ പറയുന്ന ഒരു അവോയ്ഡൻറ്റ് കണക്ഷൻ എന്ന് പറയും. സോ എനിക്ക് അതാണ് ഇവിടെ കൂടുതലും ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് അഗെയിൻ നിങ്ങൾക്കത് പക്ഷെ വളരെയധികം ഷോക്കാക്കിയിട്ടുണ്ടാവും. നിങ്ങൾക്കൊരു വിഷമോ വേദനയോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. ബട്ട് റീസൺ ഇതൊക്കെയാണെന്നാണ് പറയുന്നത് ഞാൻ. ഓക്കെ, നോട്ട് ഇനഫ് എന്ന്. ഓക്കെ, അവരുള്ളിൽ ഇതുകൊണ്ട് ഒരു തോട്ട് ദാറ്റ് അവർ പോരാ എന്ന രീതിയിൽ. ഓക്കെ, അവർ പോരാ, അല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ മേ ബി നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ഒരു റിലേഷൻഷിപ്പ് അവർക്ക് തരാൻ സാധിക്കില്ലായിരിക്കാം. അതായിരിക്കാം. അല്ലെങ്കിൽ അവർ ഫൈനാൻഷ്യലി ചിലപ്പോൾ നിങ്ങൾ അവരെക്കാളും ബെറ്റർ ആയിരിക്കാം. അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഓരോ കാസ്റ്റ് നിങ്ങൾ എന്ത് തന്നെയായാലും അങ്ങനെ ഏതെങ്കിലും തരത്തിൽ അവരെവിടെയോ പോരാ എന്നവർക്ക് കരുതുന്നുണ്ട്. ചിലപ്പോൾ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ പോലും പറയും ചിലവർ. എന്നിട്ട് നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ അവർക്ക് നിങ്ങൾക്ക് തിരിച്ചു തരാൻ സാധിക്കില്ല എന്ന് തോന്നുന്നുണ്ടാവും. ഓക്കെ, അപ്പോഴും അവർക്ക് അതും അവരുടെ ഉള്ളിൽ ഒരു ഗിൽട്ടായിട്ട് വരും. നോട്ട് ഇനഫ് എന്ന് തോന്നും. ഓക്കെ, അവർ പോരാ എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പോരാന്നല്ല, അവർ പോരാ. ഓക്കെ, അവർക്ക് എന്തെങ്കിലും കുറവുകളുണ്ട് എന്ന രീതിക്ക് അവർ ചിന്തിക്കുന്നുണ്ട്. പാരഡൈസ് കാണുന്നുണ്ട്. നിങ്ങളുമായിട്ട് ശരിക്കും അവർ വളരെ സന്തോഷം ആഗ്രഹിക്കുന്നുണ്ട്, ഹാപ്പിനെസ് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് എവിടെയെങ്കിലും യാത്രകൾ പോവുക, സമയം സ്പെൻഡ് ചെയ്യുക, ഒന്നിച്ച് നിങ്ങളെ ഓർക്കുമ്പോൾ തന്നെ അവർക്ക് ഹാപ്പി ഫീലിംഗ് ആണ് വരുന്നത്. ഓക്കെ, സോ ഇവിടെ നിങ്ങളോട് ഒരു കാര്യം ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് സെൽഫ് വർത്ത്, നിങ്ങളുടെ സെൽഫ് വർത്ത് നിങ്ങൾ മനസ്സിലാക്കൂ. ഓക്കെ, ആൻഡ് ഇവിടെ അഡ്വൈസ് ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഇങ്ങനെ ഈ പേഴ്സൺ അവോയ്ഡ് ചെയ്തൊക്കെ പോകുമ്പോൾ ഇവിടെ നിങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങൾ അങ്ങോട്ട് ചേസ് ചെയ്യാൻ നിൽക്കും അല്ലേ? ചേസ് ചെയ്യാന്ന് പറയും. ഓക്കെ, ഞാനിത് ഒരു കാര്യം ഇടയിൽ പറയണമെന്ന് ഇടയ്ക്ക് മറന്നു പോകും. ഇത് നിങ്ങൾ എത്ര പേര് കാണുന്നറിയില്ല. ഓക്കെ, ഇവിടെ നിങ്ങൾ ചേസ് ചെയ്യാന്ന് പറയുമ്പോൾ മെസ്സേജ് ഇടുക അല്ലെങ്കിൽ സംസാരിക്കാൻ ശ്രമിക്കുക മാത്രമല്ല. ഓക്കെ, അത് മനസ്സിലാക്കൂ നിങ്ങൾ. ഓക്കെ, നിങ്ങൾ അവരുടെ ജസ്റ്റ് പോസ്റ്റ് ഇടുന്നത് നോക്കിക്കൊണ്ടിരിക്കുക, വേറെ ഏതെങ്കിലും ആരോടെങ്കിലും ഒക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, മെസ്സേജ് വരുമോ എന്ന് വെയിറ്റ് ചെയ്തിരിക്കൽ, ഇതെല്ലാം ആക്ച്വലി എനർജറ്റിക് ചേസിങ് എന്ന് കൂടി പറയും. ഓക്കെ, സോ എവിടെയോ നിങ്ങൾ അങ്ങോട്ട് ലൈക്ക് ആ ചേസിങ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, സോ അതും ഒരു തെറ്റാണ് നിങ്ങളുടെ ഭാഗത്ത്. നിങ്ങൾ മാറി നിൽക്കും. ഓക്കെ, ആൻഡ് ഇവിടെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ആ പേഴ്സൺ ഇപ്പം നിങ്ങളെ ചൂസ് ചെയ്യുന്നില്ല, അവോയ്ഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾ കരുതുന്നത് എന്താണ്? നിങ്ങൾ ഈ ആക്ച്വലി നോട്ട് ഇനഫ് എന്ന് പറയുന്നത് നിങ്ങളെയാണ് കരുതുക. ഞാൻ പോരാഞ്ഞിട്ടാണ്, എനിക്കെന്തോ പ്രശ്നം ഉണ്ടായിട്ടാണ്, എന്നെക്കാൾ ബെറ്റർ വേറെ എന്തെങ്കിലും ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവും. നിങ്ങളുടെ ചിന്ത ആ രീതിക്കാ പോവുക. ഒരിക്കലുമല്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ വാല്യൂ നിങ്ങൾ തിരിച്ചറിയൂ. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങൾ അവനവൻ്റെ ഉള്ളിലെ കാര്യങ്ങളെ നിങ്ങൾ ഹീൽ ചെയ്യാൻ ശ്രമിക്കൂ. ഷാഡോ വർക്ക് നിങ്ങൾ ചെയ്യൂ എന്നാണ് പറയുന്നത്. സെൽഫ് അപ്രിസിയേഷനിലേക്ക് നിങ്ങൾ വരൂ. ഓക്കെ, നിങ്ങളെ തന്നെ വാല്യൂ ചെയ്യൂ, നിങ്ങളെ തന്നെ അപ്രിഷിയേറ്റ് ചെയ്യൂ, സെൽഫ് ലവിലേക്ക് വരൂ, നിങ്ങൾ എൻജോയ് ചെയ്യൂ നിങ്ങളുടെ ലൈഫ്. ഓക്കെ, ഈ പേഴ്സൺ അവോയ്ഡ് ചെയ്യുന്നു. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത്
എന്താണെന്ന് നമുക്ക് അറിയാൻ ശ്രമിക്കും. നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ ആ ഒരു ടെൻഷൻ കൊണ്ടാണ് എന്താ പറ്റിയത്, എന്താ ഉണ്ടായി, എന്തുകൊണ്ട് നമുക്ക് നഷ്ടപ്പെടുമോ, അങ്ങനെയുള്ള ചിന്തകളായിരിക്കും അല്ലേ. സോ ഇവിടെ നിങ്ങളത് അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടാവും. അതിൻ്റെ പിന്നാലെ നിങ്ങൾ അന്വേഷിക്കാൻ നടക്കും. സോ ഇവിടെ ബട്ട് നിങ്ങളോട് പറയുന്നത് അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു തവണ നിങ്ങൾക്ക് ശ്രമിക്കാം, 2 തവണ നിങ്ങൾക്ക് ശ്രമിക്കാം, 3 തവണ ശ്രമിക്കാം മാക്സിമം. അത് കഴിഞ്ഞാൽ ഓക്കെ, അത് പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ ഞാൻ പിന്നെ പുറകെ പോയിട്ട് കാര്യമില്ല. റീസൺ എന്തോ ആയിക്കോട്ടെ, ഓക്കെ, അതെന്ത് തന്നെ റീസൺ ആയാലും ശരി, അങ്ങനെ ഒരു വ്യക്തി എന്നെ അവോയ്ഡ് ചെയ്ത് നടക്കുന്നുണ്ടെങ്കിൽ, പോകുന്നുണ്ടെങ്കിൽ, ഞാൻ എത്ര നിങ്ങൾ പുറകെ പോകും, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എത്ര നിങ്ങൾ പുറകെ പോകും, എത്ര നിങ്ങൾ പോയിട്ട് അവരെ പിടിച്ച് നിർത്താൻ ശ്രമിക്കും. ഓക്കെ, ഒരു പരിധി കഴിഞ്ഞാൽ ഓക്കെ, നിങ്ങളുടെ എനിക്ക് എൻ്റെ ഒരു വാല്യൂ ഉണ്ട്, അത് മനസ്സിലാക്കിയ ആൾ വരികയാണെങ്കിൽ വരട്ടെ എന്ന രീതിക്ക് നിങ്ങൾ വിട്ട് കളയാം. ഓക്കെ, അത്രേ ചിന്തിക്കാനുള്ളൂ. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മൾ എനിക്കറിയാം നിങ്ങൾ പറയാം അത്ര ഈസി അല്ല എന്നൊക്കെ പറയും. ഓക്കെ, ബട്ട് അത് മാറ്റി വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം, നിങ്ങൾക്ക് തന്നെയാണ് വിഷമങ്ങൾ ഉണ്ടാവാൻ പോകുന്നത്. സോ ഈ ഒരു ചേഞ്ച് നിങ്ങൾ കൊണ്ടുവരാം. ഓക്കെ, അവർ വന്നോളും, അവർ വരും, അവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാനൊരു പ്രോമിസ് ഞാൻ തരാം. നിങ്ങൾ ഈ സെൽഫ് ലവിൽ നിങ്ങൾ നിൽക്കുമ്പോൾ ഓക്കെ, നിങ്ങൾ അവരിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ ഒന്ന് മാറ്റി നിങ്ങളുടെ സ്വന്തം കാര്യത്തിലേക്ക് നിങ്ങളൊരു തിരിയുമ്പോൾ ഓക്കെ, നിങ്ങളൊന്ന് അല്പം അവരെക്കുറിച്ച് ഓർക്കാതെ ചിന്തിക്കാതെ ഓക്കെ, നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ അവർ വന്നിരിക്കും തിരിച്ച്. 100% ഉറപ്പാണ് വരും. ഓക്കെ, പക്ഷെ അത് ആ സമയത്ത് നിങ്ങൾക്ക് വേണോ വേണ്ടേ എന്നുള്ളത് നിങ്ങൾ പിന്നെ തീരുമാനിക്കുക. ദാറ്റ്സ് അപ് ടു യു. ഓക്കെ, അത് നിങ്ങളുടെ കയ്യിലായിരിക്കണം ആ പവർ. അതാണ് ഞാൻ പറയുന്നത്. ഓക്കെ, സോ ഐ ഹോപ്പ് നിങ്ങളത് ഫോളോ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. എനിവേ, പേഴ്സൺ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് നിങ്ങളുടെ ഒരു പ്രശ്നം കൊണ്ടല്ല, നിങ്ങളോടുള്ള ഒരു ഇഷ്യൂവും ഉണ്ടായിട്ടല്ല. ഓക്കെ, അത് അവരുടേതായ ചില കാര്യങ്ങളാണ്. അത് അവർ ഹാൻഡിൽ ചെയ്യട്ടെ, അവരത് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ഭാഗത്തുനിന്ന് അവരത് ക്ലിയർ ചെയ്ത് വരട്ടെ. ഓക്കെ, അങ്ങനെ നിങ്ങൾ സമയം കൊടുക്കും. ഓക്കെ, നിങ്ങൾ മാറി നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യും. ഓക്കെ, സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.